തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10 വയസ്സുകാരൻ അനൂഷ് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ മാസം 19-നാണ് അനൂഷിനും സഹോദരനും ജോയ്ക്കും കിടപ്പുമുറിയിൽ നിന്നും പാമ്പിന്റെ കടിയേൽക്കുന്നത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 വയസ്സുകാരൻ അൽജോ മരണപ്പെട്ടിരുന്നു. കുഞ്ഞനുജൻ അൽജോ ഇല്ലാത്ത അവന്റെ കളിച്ചിരികൾ നിലച്ച വീട്ടിലേക്ക് അനൂഷ് തിരിച്ചെത്തി. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ആഴ്ചയോളമായി അനൂഷ് ചികിത്സയിലായിരുന്നു. അനൂഷിന്റെ മടങ്ങിവരവിൽ കുടുംബാംഗങ്ങളും അയൽക്കാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മൾ ചുറ്റിനും വീടിന് ചുറ്റിനും തലയുടെ എല്ലാം കോൺക്രീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ പൊളിച്ച ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് എല്ലാം ചെയ്തു. പിന്നെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും വെള്ളം കെട്ടി നിർത്തി കെമിക്കലിട്ട് ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ നിർത്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ പറ്റും, അങ്ങനെ ചെയ്തു. പിന്നെ ബാത്റൂമിൻ്റെ ടൈല് കുത്തി എല്ലാം പൊളിച്ച് കളഞ്ഞ് വീണ്ടും വേറെ ഇട്ടു. എയർ ഹോള് എല്ലാം മുകളിലുള്ളതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം നമ്മൾ കണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 19-ന് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അനൂഷിനും അനുജൻ അൽജോയ്ക്കും ഉറക്കത്തിനിടയിൽ പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു. ആദ്യം ഭക്ഷ്യവിഷബാധയെന്ന് തെറ്റിദ്ധരിച്ച വീട്ടുകാർ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അൽജോയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നും കുട്ടികളുടെ വീട്ടിൽ നിന്നും പാമ്പുകളെ കണ്ടെത്തിയിരുന്നു. വനം വകുപ്പിന്റെയും സർപ്പ ടീമിന്റെയും വിശദമായ പരിശോധന നടന്നെങ്കിലും പാമ്പുകളുടെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഭീതി വിട്ടൊഴിഞ്ഞില്ലെങ്കിലും അനൂഷും കുടുംബവും ഒരിടവേളയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. കൈരളി ന്യൂസ്, തൃശൂർ.